അമ്മയ്ക്ക് പ്രാണവേദന, മകൾക്ക് വീണവായന എന്ന് കേട്ടിട്ടേയുള്ളൂ. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും യുദ്ധഭീതിയിലാണ്. കാശ്മീരിൽ സൈനികർ പാകിസ്ഥാൻ തീവ്രവാദികളെ നേരിടുന്നു. രാജ്യം മൊത്തം മുൾമുനയിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് 26 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട വേദനയിൽ വിലപിക്കുന്ന ഒരു നേരത്ത് കേരളത്തിലെ മൂന്നാം കിട രാഷ്ട്രീയക്കാർ ഗുണ്ടകളെ പോലെ പരസ്പരം തമ്മിൽ തല്ലുകയാണ്. നാണക്കേടെന്ന് പറയണോ വിവരക്കേടെന്ന് പറയണോ എന്ന് മാത്രമാണ് പൊതുജനത്തിന് അറിയാത്തത്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിൽ ഒരു വലിയ തീവ്രവാദി ആക്രമണം നടന്നു. അതിന് ഇന്ത്യൻ സേന തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് കേരളത്തിൽ കിടക്കുന്ന VD സതീശനും രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ ഈ കാര്യത്തിൽ എന്താണ് ഇത്ര പ്രശ്നമെന്നാണ് മനസ്സിലാകാത്തത്. കാശ്മീരിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളിൽ കേരളത്തിൽ ഇരിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്നത് സമാധാനമായിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഇത് പകരം സിനിമാ ഡയലോഗുകൾ പരസ്പരം കാച്ചി പോരി വിളിക്കുകയാണ് രണ്ടു കൂട്ടരും ചെയ്യുന്നത്. എന്തൊരു ഗതികെട്ട രാഷ്ട്രീയമാണ്. ഇന്നലെയാണ് രാജീവ് ചന്ദ്രശേഖർ VD സതീശൻ തീവ്രവാദികൾക്ക് അനുകൂലമായ പോലെ സംസാരിക്കുന്നു എന്ന തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത്. എന്നാൽ താൻ പറഞ്ഞതിന്റെ ഉദ്ദേശശുദ്ധി രാജീവ് ചന്ദ്രശേഖറിന് മനസ്സിലാകാത്തതാണ് എന്നും അത് അയാൾക്ക് മലയാളം സംസാരിക്കാനും ഒന്നും അറിയാത്തത് കൊണ്ടാണ് എന്നും കേരള രാഷ്ട്രീയത്തെ പറ്റിയുള്ള അറിവില്ലായ്മയും അദ്ദേഹത്തിന് ഉണ്ട് എന്നൊക്കെയാണ് VD സതീശൻ ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രാജീവ് പറഞ്ഞതൊക്കെ തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായതാണെന്ന ബോധ്യത്തിൽ താൻ പുറത്തു കൊടുക്കുന്നു എന്നുള്ള വിശാല മനസ്സും സതീശൻ പങ്കുവച്ചു. എന്നാൽ ഇപ്പോൾ അതിനെതിരെ തക്ക മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖർ വന്നിരിക്കുന്നത് ലൂസിഫറിലെ കിടുകാച്ച് ഡയലോഗുമായിട്ടാണ്. എനിക്ക് മലയാളം നന്നായി അറിയാം. ഞാൻ തൃശ്ശൂരിൽ ജനിച്ചു വളർന്ന ആളാണ്. എനിക്ക് മുണ്ട് ഉടുക്കാനും അറിയാം, മുണ്ട് മടക്കി കുത്താനും അറിയാം, തെറി വിളിക്കാനും അറിയാം എന്നാണ് രാജീവ് പറഞ്ഞത്. ഇതാണെങ്കിലും ഇത്ര പറയാൻ തന്നെ ഏതാണ്ട് 5-10 മിനിറ്റ് എടുത്തു എന്നത് വേറൊരു കാര്യം. രാജീവിന്റെ മലയാളം മലയാളികളുടെ മലയാളം അല്ലാത്തത് കൊണ്ട് തർജ്ജമ ചെയ്യാൻ പലർക്കും ആളും വേണ്ടി വന്നു എന്നത് മറ്റൊരു കാര്യം. ഇനി കേരള രാഷ്ട്രീയം രാജീവ് ചന്ദ്രശേഖറിന്റെ മംഗ്ലീഷ് തെറിവിളി കൂടി കേട്ട് സഹിക്കേണ്ടി വരുമോ എന്നറിയില്ല. കേരളത്തിലെ കോൺഗ്രസുകാർക്കും പ്രതിപക്ഷ നേതാവിനും നേരെ ചൊവ്വേ മലയാളം പറഞ്ഞാൽ പോലും മനസ്സിലാകില്ല എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ പിന്നെ രാജീവിന്റെ മംഗ്ലീഷ് തെറി യാതൊരു കാരണവശാലും മനസ്സിലാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് രണ്ടു കൂട്ടരും രക്ഷപ്പെട്ടു. രാജീവ് ചന്ദ്രശേഖരനെ തെരുവ് വിളിക്കുന്നത് വലിയ കാര്യമായ എന്തോ ആണ് എന്ന് മലയാളികൾ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചോ എന്നറിയില്ല. ഇനി ഇത് പറഞ്ഞു കൊടുത്തത് മുരളീധരനോ സുധാകരനോ ശോഭയോ വല്ലതുമാണോ എന്നും അറിയില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു രാഷ്ട്രീയക്കാരൻ, ഒരു കോർപ്പറേറ്റ് മുതലാളി മൈക്കിന് മുന്നിൽ വന്നു നിന്ന് എനിക്ക് നന്നായി തെറി വിളിക്കാൻ അറിയാമെന്ന് വെല്ലുവിളിക്കുന്നത് അത്ര സുഖകരമായ കാര്യമാണോ എന്ന് ഒന്നുകൂടി ചിന്തിക്കാതിരിക്കുമോ? കേരള രാഷ്ട്രീയം തനിക്ക് പഠിക്കേണ്ട എന്നും കേരള രാഷ്ട്രീയത്തിലെ അഴിമതിയും തമ്മിൽ കുത്തുമൊന്നും തനിക്ക് പഠിക്കേണ്ട കാര്യമില്ല എന്നുമാണ് രാജീവ് പറഞ്ഞത്. അത് ശരി. പക്ഷെ ഇതിനിടയിൽ മുണ്ട് എങ്ങനെ വന്നു എന്നാണ് അറിയാത്തത്. പറഞ്ഞത് കേൾക്കുമ്പോൾ ഒരു കോമഡി പോലെ തോന്നുമെങ്കിലും സതീശന് നേരെയുള്ള ശക്തമായ വെല്ലുവിളി തന്നെയാണിത്. മുണ്ട് മടക്കി കുത്തി തെറി വിളിക്കുമെന്ന് തന്നെയാണ് സതീശനോട് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സൂക്ഷിച്ചാൽ സതീശന് കൊള്ളാം.